ഹലോ ഫ്രണ്ട്സ്, ദ ക്രിയേറ്റീവ് സ്പേസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഓംലേറ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും എസ്പെഷ്യലി ഡയറ്റ് നോക്കുന്നവർക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷും കൂടിയാണിത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യമായി ഒരു ബൗളെടുത്ത് അതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തിടുക. സ്മോൾ പീസസ് ആയിട്ട് കട്ട് ചെയ്തിടുക. ഇനി ഒരു ചെറിയ ഓനിയൻ്റെ ഹാഫ്, അതുപോലെ തന്നെ ഒരു ടൊമാറ്റോ അതിൻ്റെ ഹാഫ്, അതുപോലെ ഒരു ക്യാപ്സിക്കത്തിൻ്റെയും ഹാഫ് എടുത്ത് സ്മോൾ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് അതിലേക്ക് ഇടുക. നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു 2 മുട്ടയ്ക്കുള്ള ഓംലേറ്റാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പറയുന്നത്. ഇനി 2 മുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിക്കുക. ഇനി ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് അതിലേക്ക് ഇടുക. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത്, പിന്നെ ആവശ്യമുണ്ടെങ്കിൽ, ഇഷ്ടമുണ്ടെങ്കിൽ എല്ലാവർക്കും ബട്ടർ ആഡ് ചെയ്യാവുന്നതാണ്. അത് ഓപ്ഷണലാണ് കേട്ടോ. ബട്ടർ ചേർക്കുകയാണെങ്കിൽ അതിനൊരു നല്ല സ്വാദ് കിട്ടും. ഇനി നമ്മൾ ആഡ് ചെയ്ത സാധനങ്ങളെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ല ലെവൽ മിക്സ് ചെയ്യണം കേട്ടോ. ഉപ്പൊക്കെ എല്ലായിടത്തും ആകുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കി ഒരു പാൻ അടുപ്പിൽ വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ അത് ചൂടാക്കിയെടുത്ത് നല്ലപോലെ നമ്മുടെ പാനിൽ എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ എല്ലായിടത്തും എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ മിക്സ് അതിലേക്ക് ഒഴിക്കുക. മിക്സ് നല്ലപോലെ സ്പ്രെഡ് ചെയ്യുക കേട്ടോ. വെജിറ്റബിളെല്ലാം ഈവനായിട്ട് വരത്തക്ക രീതിയിൽ നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എങ്കിൽ മാത്രമേ നന്നായിട്ടത് കുക്ക് ചെയ്ത് കിട്ടത്തുള്ളൂ, വെജിറ്റബിൾസൊക്കെ ഉള്ള കാരണം കേട്ടോ. പിന്നെ സാധാരണ ഓംലേറ്റ് ഉണ്ടാക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ സമയം വേണ്ടി വരും ഇത് വെന്ത് വരാൻ വേണ്ടിയിട്ട്. ഒരു 2-3 മിനിറ്റ്സ് എടുക്കും ഇത് വെന്ത് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, നല്ലപോലെ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇത് ഒരു സൈഡ് വെന്ത് കഴിഞ്ഞ് ഇനി നമുക്ക് മറ്റേ സൈഡ് കൂടി മറിച്ചിട്ട് വേവിക്കാം. അപ്പോൾ തീ ശ്രദ്ധിക്കണം, ചെറിയ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഒരു 2 മിനിറ്റ്സ് കൂടെ കഴിയുമ്പോൾ ഇത് നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ മുട്ട ഓംലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് മുട്ട ഓംലേറ്റ് നമ്മുടെ പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി നമുക്കത് സെർവ് ചെയ്യാം കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ഉണ്ടാക്കി ട്രൈ ചെയ്യുക. ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഞങ്ങളൊരു പുതിയ വീഡിയോയുമായി ഉടൻ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.